അമ്മേ, എടാ കൊല്ലുവന്ന് വീരവാദം മുഴക്കിയിട്ട് നീ എന്തെടുക്കുവായിരുന്നടാ? അവരെ ഇരട്ടി ശക്തിയോടെ ഇവിടെ വന്നു കയറി. അവർക്കല്പം ആയുസ് കൂടുതലാമേ. കൊല്ലാൻ എല്ലാ വഴികളും ഞാൻ നോക്കി, ഒരു രക്ഷയും കിട്ടിയില്ല. ഒരു രക്ഷയും കിട്ടിയില്ല. അയ്യോ, നിനക്ക് വല്ലാത്ത അവശതയുണ്ടല്ലോ. നിന്നെ എടുത്തിട്ടവൻ ശരിക്ക് ചതച്ചല്ലേ? ഒരു ഏറ്റുമുട്ടലൊക്കെ ആവുമ്പോ ഒന്ന് രണ്ടെണ്ണം ഇങ്ങോട്ടും കിട്ടിയെന്നിരിക്കും. ഒന്ന് രണ്ടെണ്ണം. എടാ പോയി വല്ല തിരുമൽ വൈദ്യശാലയിലും പോയിരിക്കെ. ഇടികൊണ്ടവന് മിണ്ടാൻ പോലും വയ്യ. ശരീരമൊക്കെ ചീർത്തു വരും. ചെല്ലേ. ആരായിരുന്നു ഫോണില്? എന്റെ ഫ്രണ്ട് കോമളവല്ലി. അമ്മായിക്ക് ഇവിടെ സുഖം തന്നെ അല്ലായിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടെ ഉള്ളവരാരെങ്കിലും മാഡത്തോട് മോശമായിട്ടെങ്ങാനും പെരുമാറിയോ എന്ന ടെൻഷൻ കൊണ്ട് ചോദിച്ചതാ. എന്നോടാരുവേ മോശമായിട്ട് പെരുമാറിയില്ല. ഓ ഋതു, ആരും മോശമായിട്ട് പെരുമാറിയില്ലെന്ന്? ആണോ? എന്നാ അതും കൂടി ഞാനങ്ങ് തീർത്തേക്കാം. വേണ്ട. ആ കൈ ഞാൻ പിടിച്ചോടിച്ച് ഇങ്ങോട്ട് എടുക്കുവേ. ഞങ്ങള് പോകുന്നിടത്തൊക്കെ മകനെ വിട്ട് ഞങ്ങളെങ്ങ് കൊല്ലാൻ നോക്കും അല്ലേ? മകനെ ബലിയേടാക്കുന്ന ഒരമ്മയെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. അവനെ ശരിക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില മർമ്മങ്ങളൊക്കെ ഞാനേ തകർത്തങ്ങ് വിട്ടിട്ടുണ്ട്. ചിലപ്പോ 10 മാസത്തിനകം അവനെ തട്ടിപ്പോവും. ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ നിങ്ങളിപ്പോ പല പ്രാവശ്യമായിട്ട് ശ്രമിക്കുന്നു. തിരിച്ച് നിങ്ങളോടിതിന് പകരം ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. വർമ്മ സാറിനെ നിങ്ങളോട് സെന്റിമെന്റ്സ് ഉണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രം ഓർത്തിട്ടാ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത്. നീയൊന്നുവേ എന്നോടൊരു പുല്ലും ചോദിക്കില്ലടാ. എന്റെ ശത്രുക്കൾ ആരാണെങ്കിലും അവരെ ഞാൻ ഒന്നൊന്നായിട്ട് ഇല്ലാതെയാക്കും. എന്നിട്ടേ ഈ അംബികാവർമ്മ അടങ്ങും. വെല്ലുവിളിയൊന്നും വേണ്ട അംബികെ. നിങ്ങളെപ്പോലത്തെ ഒരു ക്രിമിനലായി മാറാനൊന്നുമല്ല എന്നെ രാജുവിനെ ഞങ്ങളുടെ പേരൻസ് വളർത്തിയത്. നല്ല മനുഷ്യരായി മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് ജീവിക്കാനാ. പക്ഷെ നിങ്ങൾ ഇനിയും ഈ പകയും പ്രതികാരവും നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ ചോര കണ്ടേ ഈ കളി തീരൂ. അജ്ഞാതന്റെ വെടിയേറ്റ് അംബികാവർമ്മയും ദീപക്കും കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ടിവിയിലും പത്രത്തിലും വരാതെ നോക്കിയ നിങ്ങക്ക് കൊള്ളാം. അല്ലെങ്കിൽ തെരുവിലായിരിക്കും അന്ത്യം. ഓർമ്മിച്ചോ ഋതു? വാ.